നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും? മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നമ്മള് സന്തോഷമുള്ളവരായിരിക്കണം. എന്നാല് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. നമുക്ക് സന്തോഷമല്ല നമ്മളിൽ ഉണ്ടാവേണ്ടിയത്, സമാധാനവും സംതൃപ്തിയും ഉണ്ടാവേണ്ടിയത്. ഈ സമാധാനവും സംതൃപ്തിയും ഉണ്ടെങ്കിൽ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ നമ്മളെ തേടി വരും. നമ്മളിൽ മനസമാധാനവും സംതൃപ്തിയും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തായിരിക്കും അറിയാമോ? സന്തോഷവാനായിരിക്കും. നമ്മുടെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സന്തോഷവാനായിരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പുറമെ അല്ല സന്തോഷം നടിക്കേണ്ടത്. അപ്പം മനസമാധാനവും സംതൃപ്തിയും ഉണ്ടെങ്കിൽ നമ്മൾക്ക് സന്തോഷിക്കാനുള്ള കാരണം നമ്മളെ തേടി വരും. നമുക്ക് 3 സിനാരിയോ നോക്കാം. ഒന്നാമതെന്ന് പറഞ്ഞാല് നമുക്ക് പുതിയൊരു കാറ്, വീട്, വിവാഹം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ബ്രെയിന് ഡോപ്പമിൻ പോലുള്ള ഒരു ഹാപ്പി ഹോർമോൺസ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ ഫലമായി നമുക്ക് വളരെയധികം സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഈ പുതുമ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കും അറിയാവോ? ഈ സന്തോഷത്തിന്റെ അളവും കുറയും. അപ്പം ബ്രെയിൻ ഒരു കാര്യം മനസ്സിലാവും, എന്തെങ്കിലും പുതിയത് കിട്ടുമ്പോഴാണ് നമ്മൾ സന്തോഷവാനായിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ സന്തോഷം തീർന്നു കഴിയുമ്പം ആ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ വേറൊരു ഗോള് സെറ്റ് ചെയ്യും. അത് കിട്ടിയാലേ ഞാൻ സന്തോഷിക്കത്തുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ നമ്മളിൽ എന്തുണ്ടാവും? സ്ട്രെസ് ഉണ്ടാകും. അപ്പൊ ആ ഗോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വളരെ വേഗം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. അതായത് നമുക്ക് ഇപ്പൊ ഒരു സാമ്പത്തിക പ്രശ്നമായിരിക്കാം, രോഗമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പ്രശ്നം എന്തുമായിരിക്കാം. നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരു കാര്യത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല ആ ഒരു കാര്യം. അപ്പം എനിക്കത് സംഭവിച്ചു എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ അക്സെപ്റ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് ഒരു പിക്ക് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? എനിക്ക് അങ്ങനെ ആകാൻ പറ്റിയില്ലല്ലോ, എന്റെ ജീവിതം എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നിരാശയിലേക്ക് പോവുകയും ചെയ്യും. നമ്മളിലെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഫ്രീക്വൻസി ലോ ആകും. ഇപ്പം ഈ 3 സിനാരിയെ കൂടെ ഏതെങ്കിലുമൊക്കെ ഒരു സിനാരിയെ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മള്, അല്ലെ? അപ്പൊ നമ്മൾ എന്താ ഡെവലപ്പ് ചെയ്യേണ്ടത്? ഈ മനസമാധാനവും സംതൃപ്തിയാണ്. ഈ മനസമാധാന സംതൃപ്തി നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും? അതാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡാ. അതായത് നമുക്കിപ്പം എന്താണോ ഉള്ളത് അതിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അതുപോലെ നമുക്ക് ഇനി എന്താണോ നേടാനിരിക്കുന്നത് അതിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അതായത് വചനത്തിൽ പറയുന്നുണ്ട്, കൃതജ്ഞത എന്നതാണ് ദൈവം സ്വീകരിക്കുന്ന ബലി. അപ്പൊ ദൈവത്തിന് സ്വീകാര്യമായ ബലി എന്ന് പറയുന്നത് കൃതജ്ഞതയാ. നന്ദിയുള്ളവന് ദൈവം വീണ്ടും വീണ്ടും കൊടുക്കും, നന്ദിയില്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ പിടിച്ചു വാങ്ങും. അപ്പൊ നമുക്ക് ഒന്നാമത് മനസമാധാനം സംതൃപ്തിയും കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡാണ്. 2 ഫോർഗീവ്നെസ് ആണ്. നമ്മളോട് തെറ്റ് ചെയ്തവരോടും നമ്മളെ വേദനിപ്പിച്ചവരോടും നിന്ദിച്ചവരോടും നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി ക്ഷമിക്കണം. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാല് നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാ. അതായത് നമ്മുടെ കൺട്രോളിലില്ലാത്തൊരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തിട്ട് ഡിവൈനിൽ സറണ്ടർ ചെയ്യണം. എന്നിട്ട് എനിക്ക് ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യം വന്നു, ഇതിൽ നിന്ന് ഞാൻ പുറത്തു കടക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ പ്രോബ്ലത്തിലേക്ക് നോക്കാതെ സൊല്യൂഷനിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ സൊല്യൂഷൻ എന്താന്ന് തിരഞ്ഞു പോകുമ്പോൾ നമ്മൾ ആര് സഹായിക്കും എന്നറിയാവോ? ഡിവൈൻ സഹായിക്കും. ആ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാല് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റും. നമ്മൾ വളരെ വേഗം നമുക്ക് അതിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കും. നാലാമത്തെന്ന് പറഞ്ഞാല് സെൽഫ് ലവ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇത്ര നാളും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നടക്കുമായിരുന്നു. ഇനി അങ്ങനെയല്ല. നമ്മുടെ മനസ്സ് എങ്ങനെയോ പ്രവർത്തിക്കുന്നതും നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇച്ചിരി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ കയ്യിലാവരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇപ്പൊ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസമാധാനവും സംതൃപ്തിയും കണ്ടെത്താൻ സാധിക്കും. മനസമാധാനവും സംതൃപ്തിയും ഉള്ളവരുടെ അടുത്തേക്ക് സന്തോഷം തേടി വരും.